പാലക്കാടിലുള്ള നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നെല്ലിയാമ്പതി പോവാണ്. ഞാനും താത്ത, റോസ്, ഫാദി നമ്മൾ 4 ആൾ ചേർന്നിട്ടാണ് പോകുന്നത്. KSRTC-യാണ് പോകുന്നത്. ഉല്ലാസയാത്ര പറഞ്ഞ പാക്കേജിലാണ്. പുലർച്ചെ 4:30 നെല്ലിയാമ്പതിയിലേക്കുള്ള KSRTC പുറപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എന്താ ഞങ്ങളെല്ലാവരും കൂടി കാലിക്കറ്റുള്ള KSRTC സ്റ്റാൻഡിലെത്തിട്ടോ. പിന്നെ എന്താ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ അതിൽ കയറി. ബസ്സിലുള്ള ആൾക്കാർ തമ്മിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ 4 ആളായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പരിചയപ്പെടലും പാട്ടുപാടി എൻജോയ് ചെയ്യലായിരുന്നു. ഗൈസ്, കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് പാട്ട് പാടിയത് ഞാൻ ഇതിൽ ആഡാക്കുന്നില്ല. പാട്ടൊക്കെ പാടി ഞങ്ങളത് എൻജോയ് ചെയ്ത് വരികയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തോ ഒരു 6:15 ആയപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാട് എത്തി. അവിടെ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും ചായ കേട്ടോ ഞങ്ങൾ കഴിച്ചിരുന്നത്. ഗൈസ്, നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലുള്ള സീതാർകുണ്ട് വ്യൂ പോയിന്റ്, കേശവൻപാറ, പോത്തുണ്ടി ഡാം, വരയാടുമല, ഓറഞ്ച് ഫാം എന്നീ 5 സ്ഥലങ്ങളിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇതൊരു ഫോട്ടോഷൂട്ടിംഗ് വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പാലക്കാടും തമിഴ്നാടിൻ്റെയും പല ഭാഗങ്ങളായിട്ട് കാണാൻ കഴിയും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇവിടെ കുറേ ഉല്ലാസയാത്ര KSRTC-ൻ്റെ പാക്കേജ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന കടവ് പറയുന്നത് സീത നീരാളി സ്ഥലം എന്നാണ് ഐതിഹ്യം. ഇനി ഞങ്ങൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓറഞ്ച് ഫാമിലേക്കാണ് കേട്ടോ. ഇതൊരു പച്ചക്കറിത്തോട്ടമാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ഒരുപാട് കാര്യങ്ങൾ, അതായത് പഴങ്ങളായാലും പൂക്കളായാലും എല്ലാ തരത്തിലും ചെടികളും എല്ലാം നിറഞ്ഞൊരു ഫാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഹത്തിനെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. കുറച്ച് പഴകിന്, ഇതിൻ്റെ ചകരിയൊക്കെ പോയിക്കണം കേട്ടോ. കുറച്ച് പഴക്കമുണ്ട് ഇതിനെ കണ്ടിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. വരുമ്പം ചാമ്പമരത്തോട്ടം. ഇവിടെ ഫുൾ തണൽ ഗൈസ്. നിലമൊക്കെ ഇങ്ങനെയാണ്. എന്താ അതാണ് വെറൈറ്റി തര ചെമ്പരത്തികളാണ്. ഇത് ക്യാബേജ് തോട്ടം. ഇതിൻ്റെ മുകളിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഒരുപാട്. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കലായി. ഇതാണ് ഓറഞ്ച് തോട്ടം. രസമുള്ള സംഭവം. ഒരു ഗാർഡൻ ലുക്കാണ് ഗൈസ്. ഇതൊരു ആമ്പൽക്കുളമാണ് കേട്ടോ. ഇവിടെ നിറയെ ആമ്പലുകൾ വിരിഞ്ഞിട്ടുണ്ട്, ഇനി വിരിയാനുണ്ട് കേട്ടോ. ഇതൊരു വലിയ കുളമാണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ആമ്പലുകൾ നിറയെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഓറഞ്ച് തോട്ടമാണ്. എന്താ ചെടികൾ, പൂക്കൾ, പഴങ്ങൾ എന്നിവ പറിക്കരുത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി പറയുന്നത് നമ്മുടെ നാട്ടിലെ നെയ്ച്ചോറും ചിക്കൻ കറിയില്ലേ, ആ സംഭവമാണ് ഇവിടുത്തെ ബിരിയാണി പറയുന്നത്. വരുമ്പോൾ പുറത്ത് കുറേ കാട്ടുപന്നികളെ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഗൈസ്, ഹായ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെ പോണേ? കേശവൻ പാറ. പാറയും കാണില്ല, നടക്കുന്നുണ്ട് നമ്മള്. നമ്മളിന്ന് വരുമ്പോ എന്താ കണ്ടത്? യെസ്, കാട്ടുപന്നീനെ കണ്ട്. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ആവോ? നടക്കാനുണ്ട് ഗൈസ്. ഇവിടെ നമ്മളോട് പറഞ്ഞ 50 മിനിറ്റാണ് നമുക്ക് ഇവിടെ തന്ന സമയം. ഇവിടെ ഇഷ്ടം പോലെ നടക്കാനുണ്ട് ഗൈസ്, എത്തണില്ല. അങ്ങനെ എന്താ നമ്മൾ ഫൈനലി കേശവൻ പാറയിലേക്ക് നീങ്ങുന്നു. കേറി ചെല്ലുന്നോട് തന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എന്താ പാതി എന്റെ ഡയലോഗ് എന്താ? വ്യൂ പോയിന്റ് എന്ന് പറയുന്നു. താഴെ കണ്ടോ? ഈ കാണുന്നത് ഒരു ഡാമാണ് കേട്ടോ. ഇത് കേശവൻപാറ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. വലിയ പാറകളുള്ള സ്ഥലമാണ് കേശവൻപാറ പറയുന്നത്. ഈ ഡാമിൻ്റെ അടുത്ത് ഒരുപാട് മലകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ ഗൈസ്. ഇത് നമ്മുടെ ഡ്രൈവർ പ്രവീൺ ചേട്ടനും കണ്ടക്ടർ ഷഹാദത്ത് കാക്കയാണ് കേട്ടോ.
പിന്നെട്ടാ ഈ ഉല്ലാസയാത്ര എത്ര കൊല്ലായി ചെയ്തിട്ട് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്? അല്ല ആ എത്ര പറഞ്ഞ 2 കൊല്ലോ 3 കൊല്ലോ 3 കൊല്ലോ. അപ്പൊ ആഴ്ചയില പോവാണ്ടാവ? അപ്പൊ അല്ലാത്ത ദിവസം പുറത്തില്ലായാലും പോകും. മൂന്നാറിലേക്ക് റെഡിയാക്കാം. ഇത് നേരെ മൂന്നാർക്ക് വിട്ടാലോ ചിന്തിക്കും. ഇതിവിടെ നേരെ മൂന്നാർക്ക് ചാടാൻ ഗൈസ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അതാ സിംഹവാലം കുരങ്ങിനെ റോഡുമെന്ന് കണ്ടിട്ട്. ഗൈസ് നമ്മൾ വരുന്ന വഴിക്കായിരുന്നു കേട്ടോ വരയാടുമല. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ നിർത്തി ഞങ്ങളെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടുന്ന്. ഗൈസ് പിന്നെ നമ്മൾ പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്തുക. ഈ സ്റ്റെപ്പ് പറയുന്നത് ഒരു 125 സ്റ്റെപ്പ് എങ്ങാനും ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരു 6 മണി വരെ കേട്ടോ ഇവിടുത്തെ ടൈം വരുന്നത്. ഈ ഡാം നമ്മൾ കണ്ട് അതിൻ്റെ താഴെ ആയിരുന്നു പാർക്കും ഒരു ഗാർഡനൊക്കെ പോലെ ഉള്ളത്. അവിടേക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയത്. നല്ല അടിപൊളി കുട്ടികൾക്കും നമുക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കായിരുന്നു കേട്ടോ. നമുക്ക് കയറാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെതാ ഗൈസ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു വരുമ്പോൾ മയിലിനെ കണ്ടിട്ടോ. ഓരോ സ്ഥലത്തുനിന്നും തിരിച്ചു വരുമ്പോൾ ഓരോ ജീവികളെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആയാലും ഞങ്ങളിതാ ഷെൻസ ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് അൽഫാം മന്തിയൊക്കെ ഗൈസ് നമ്മൾ പോകുമ്പോൾ വിചാരിച്ച് KSRTC ആയതുകൊണ്ട് വൈബൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ആരെയും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ പോകുമ്പോൾ തൊട്ട് വരുമ്പോൾ വരെ ഒരു ഫാമിലി പോലെ ആട്ടോ പോയതും വന്നതും. നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ ഡ്രൈവർ പ്രവീൺ ചേട്ടനും ഷഹാദത്ത് കാക്കയും. പിന്നെ ഗൈസ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ KSRTC വൈബ് വെച്ചിട്ട് ഇനിയും ഉല്ലാസയാത്ര പോകാനും ഓരോ സ്ഥലത്തേക്കും ഈ KSRTC തന്നെ പോകുമ്പോൾ അടിപൊളിയാകും കേട്ടോ. അതൊരു വേറെ വൈബാണ്. പിന്നെ ഗൈസ് നമ്മൾ 12:30 ആയിട്ടുണ്ട് തിരിച്ച് KSRTC സ്റ്റാൻഡിലെത്താൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബായ്.